രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഹരികൃഷ്ണനും ജയറാം, പവിഴവും ശോഭന ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണ്? എ പളനി, ബി രാമേശ്വരം, സി മധുര. പളനി, രാമേശ്വരം, മധുര. ഒളിച്ചോടി പോവാൻ നോക്കുന്നത് രാമേശ്വരം. 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 ബി രാമേശ്വരം. യെസ്. ബി രാമേശ്വരം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. പഴനി എന്ന് പറയുന്ന മുട്ട അടിക്കുന്ന സ്ഥലം. തലമുട്ട അടിക്കാൻ പോകുന്നു. അടിച്ചിട്ടുണ്ടോ? ഞാനല്ല, മോനെ അടിപ്പിച്ചു പോയി. അല്ല, കണ്ണനെ. പോട്ടെ, സ്വന്തമായിട്ട് ഞാൻ ധൈര്യമുണ്ടോ? ഒരുപാട് പേര്. ഞാൻ ക്രിസ്ത്യാനിയല്ലേ? ആയിക്കോട്ടെ. അന്നൊക്കെ ആരെങ്കിലും അന്നൊക്കെ ഞാനൊരു ക്രിസ്ത്യാനി കുടുംബത്തിലാണ്. അന്നോട്ട് പഴനി കൊണ്ട് മുട്ട അടിക്കുവോ? പഴനി വേണ്ടപ്പാ. വേളാങ്കണ്ണിലേ വിളിക്കും ഞങ്ങള്. വേണ്ട, വേളാങ്കണ്ണിയും വേണ്ട. പിന്നെ നമ്മുടെ എറണാകുളത്ത് ഇഷ്ടം പോലെ പൊളോണിക്കൊക്കെ ഇല്ലേ? അവിടെ കൊണ്ടിട്ട് അടിച്ചിട്ട് എന്തിനാണ്? അല്ല, അങ്ങനെ ഒരു നേർച്ച പോലെ. അതെനിക്ക് വേളാങ്കണ്ണിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടടിച്ച്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ഒരു ചുരാലിയ എന്നൊരു പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടല്ലോ. ഇഷ്ടമാണ്. चुरा लिया है तुमने जो दिल को, नस नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल न जाना सनम. चुरा लिया है तुमने जो दिल को, नस नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल न जाना सनम. ഇടയ്ക്ക് വരികളൊക്കെ പോയല്ലേ? സാരമില്ല. ഇത് നോക്കി പാടാനായിരുന്നു. ഓക്കെ. ഇപ്പോഴത്തെ പിള്ളേര് ഒരക്ഷരം പോലും നോക്കാതെ പാടുന്നു. എന്തൊരു ഞാനോ ഒരക്ഷരം പോലും നോക്കാതെ പാടുകയാണ് ഈ പുതിയ ജനറേഷൻ. സത്യം സത്യം. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അടുത്ത വരി എനിക്കറിയാമെങ്കിലും എന്റെ പുസ്തകം ഇരുന്നാൽ മാത്രമേ പാടാൻ പറ്റുള്ളൂ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഇതിപ്പോ പാടുന്നു, പാടി രക്ഷപ്പെട്ടു. പക്ഷെ ഗാനമേളയ്ക്ക് നിൽക്കുമ്പോ എനിക്ക് പുസ്തകം വേണം. എപ്പോഴും ഞാൻ സ്വപ്നം കാണാറുള്ളത്, ഒരു വല്ലാത്ത സ്വപ്നം, ഞാൻ പുസ്തകം എടുക്കാൻ മറന്നുപോയി. ഞാനിത് എവിടെ ഏത് ഷോയിൽ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കാണൂല്ലേ? അതായത് ഞാൻ എടുക്കാൻ മറന്നുപോയി. സ്റ്റേജിൽ കയറാൻ പുസ്തകം പിന്നെ നാട്ടുകാരെന്നെ ഓടിക്കുന്നത്. അപ്പം ബി രാമേശ്വരം. രാമേശ്വരം ഉത്തരം ശരിയാണ്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. ഹരികൃഷ്ണന്റെയും പവിഴത്തിന്റെയും ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ നാള് ഇതിലേതാണ് എന്നാണ് സിനിമയിൽ പറയുന്നത്? എ രേവതി, ബി അശ്വതി, സി കാർത്തിക. പിന്നെയും കൺഫ്യൂഷനായി. പക്ഷെ ഇത് ക്ലൂ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്ന് പേരിലും ഓരോ നടിമാരും ആർട്ടിസ്റ്റ് ഉണ്ട്. രേവതി, അശ്വതി, കാർത്തിക. ദൈവമേ, പിന്നെ എന്തെടുക്കും? എന്നെ ഓർക്കൂ, മനസ്സിൽ ധ്യാനിച്ച് പറയൂ. ചേട്ടനെ ഓർക്കാനോ? ചേട്ടന്റെ നാളാണോ രേവതിയോ? അതെനിക്കാണോ? എന്റെ രേവതിയല്ല അല്ലേ? ചേട്ടനെ ഓർത്താൽ എന്താ സംഭവം? എന്ന് പറയുന്നത് ചെറിയ ഞാൻ പറഞ്ഞല്ലോ രേവതി. അതെ, എന്നെ ഓർത്ത് ശ്രദ്ധിച്ച് പറയൂ എന്നാണ്. അല്ലേ മോഹൻലാലിനെ ഓർത്ത് പറ. രേവതി. രേവതി. ഏ രേവതി. യെസ്. ഇത് ഞാനിങ്ങനെ ക്ലൂ പറഞ്ഞു തന്ന്
ആൾക്കാർക്ക് ദേഷ്യം വരുമോ എൻ്റെ അടുത്ത്? എന്തു ക്ലൂ അങ്ങനെയല്ലേ പറയണില്ലല്ലോ ചേട്ടാ. അപ്പം എ രേവതി Yes. ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഒരു ചോദ്യമാണ്, ദേഷ്യം വരരുത് കേട്ടോ. പിന്നെയും ചേട്ടൻ ദേഷ്യം വരരുത്. ബിവറേജിൽ പോകുന്ന മനുവിനോടും സ്കൂളിൽ പോകുന്ന പൊടിയല്ലേ പൊടിയോടും ശങ്കുരു ഒരു കാര്യം പറഞ്ഞു. ആ ഒരൊറ്റ കാര്യം ഏതാണ്? ബിവറേജിൽ പോകുന്ന ബീന പറഞ്ഞതാ. ബിവറേജിൽ പോണ മനുവിനോടും സ്കൂളിൽ പോകുന്ന ശങ്കുരുവിനോടും ഞാൻ പറഞ്ഞ വാക്കോ? ഒറ്റ വാക്ക്. അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. മനു പറഞ്ഞു ഓൾ ദ ബെസ്റ്റ്, മോൻ പറഞ്ഞു തീർച്ചയായിട്ടും. ബീന പറഞ്ഞ വാക്കാണ്. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഇപ്പോഴല്ല, വീട്ടിൽ വെച്ച്. ബീവറേജിൽ പോകണേ ഞാൻ പറയും നോ മനു, നോ എന്നേ പറയുള്ളൂ. ശങ്കുരുവിനോട് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് ഒരിക്കലും നോ പറയില്ലല്ലോ. എന്താ പറഞ്ഞത്? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അതെയോ? അതെന്താണ് പറയട്ടെ? ഫുള്ള് വാങ്ങിക്കണമെന്ന്. ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പം എ രേവതി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ചേട്ടാ ഒരു ഡൗട്ട് ചോദിച്ചോളൂ, ചേട്ടനും രേവതിയാണോ? അതെ. നിങ്ങൾ രണ്ടുപേരും രേവതിയാണല്ലേ?